ഒഴിഞ്ഞ കസേരകളെക്കാൾ ഗുരുതരമായ വിഷയമാണ് ഇന്നത്തെ തീവ്രമായ ഒരു സംഗമത്തിന് വഴിയൊരുക്കി എന്നുള്ളത്. ആ വഴിയൊരുക്കിയത് സർക്കാരാണ്. അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്നുള്ളതാണ്. ഇനി പ്രതിപക്ഷത്തിന്റെ കാര്യം, പ്രതിപക്ഷം ഞങ്ങൾ ബഹിഷ്കരിക്കാനുമില്ല പരിപാടിക്കുമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കതിനോട് ആഭിമുഖ്യമില്ല, ഞങ്ങൾ ഈ പരിപാടിയോട് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഇനി കോൺഗ്രസ് മറ്റു കാര്യങ്ങളിൽ പണിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പണിയെടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. സർക്കാരിനെതിരെ ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിലൊക്കെ പ്രതിപക്ഷത്തിന് പണിയെടുക്കാനുണ്ട്, പണിയെടുത്തിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ സംയമനമാണ് ഏറ്റവും നല്ലതെന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യമാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ വാ തുറന്നിങ്ങനെ പ്രസംഗിച്ച് നടക്കേണ്ട കാര്യമില്ല. ആ പ്രസംഗത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. ആ വില എന്നുള്ളത് BJPക്ക് ഇനിയും വോട്ട് കൂടുമ്പോൾ അവർ കൂടുതൽ വോട്ട് നേടി ഇവിടെ വീണ്ടും അടുത്തൊരാൾ കൂടി ജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിലേക്കാണ് വോട്ട് കൂടുമാടോ ആയിക്കോട്ടെ, അതിലേക്കാണ് ഇപ്പോൾ സർക്കാർ തന്നെ വഴി തുറക്കുന്നത് എന്നുള്ളതാണ്. BJP കൂടുന്നതിനുള്ള സാഹചര്യങ്ങളോ BJP തന്നെ ഒരുക്കിയിട്ടുണ്ട്. 2018 മണ്ണൊരുക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ച നമ്മൾ കണ്ടതാണ്.